ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ നടപടികളിലേക്ക് ഇഡി. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ് ഇഡി. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കമുണ്ട്. രാഗിൻ ചേരുന്ന വിവരങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ അടക്കമുള്ള നീക്കത്തോടെയാണ് ഇ ഡി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. എന്തൊക്കെ നടപടികളായിരിക്കും ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? മോത്തി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ECIR രജിസ്റ്റർ ചെയ്തു. അതോടുകൂടി അതിവേഗ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം തന്നെ കുറെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിയായി വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഈ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരു ക്രൈം, അത് SIT അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എടുക്കുന്നു, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ആ ക്രൈമിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ആ കുറ്റകൃത്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പണം, ആ പണം പോയ വഴി, ആ പണം ആരിലൊക്കെ എത്തി, അവരൊക്കെ തന്നെ ഈ കേസിൽ ഉൾപ്പെടും. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായും ഈ പ്രതികളിലേക്കടക്കം ഇ ഡി പോവുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലായവരൊക്കെ തന്നെ റിമാൻഡിലാണ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുക, അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങുക, തുടർ നടപടികൾ സ്വീകരിക്കുക, ഇതിൻ്റെയൊക്കെ കാര്യമാണ് നോക്കുന്നത്. ഇതോടൊപ്പം അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ പാളികൾ ഈ ഇവിടെ എത്തിച്ച ശേഷം, സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ശേഷം സ്വർണം വേർതിരിക്കുകയും അതിൽ ഒരു ഭാഗം ഗോവർദ്ധന് പോവുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സ്വർണം വാങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് പണം നൽകുകയും ചെയ്ത ഇടപാടുകൾ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ ഇവരുമായി കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം ഉണ്ടാകും. ഒപ്പം ഇതിന്റെ വിഹിതം, അത് പോയിട്ടുള്ള വഴികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത്. ഇതിനായി കോടതിയെ സമീപിക്കും. അതിൽ നിന്ന് അനുമതി വാങ്ങിയാൽ മാത്രമേ ആ നടപടിക്രമങ്ങൾ നടക്കുകയുള്ളൂ. കാരണം അവർ ഇപ്പോൾ റിമാൻഡിലാണ്. കൂടാതെ ഇവരുടെ സ്വത്തുവകകൾ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ KFC വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് PV അൻവറിന്റെ ഒരു സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കുകയും അതിൽ ഈ സ്വത്ത് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതിൽ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലും ഉണ്ടാകും. ഇത്തരം ഓരോരുത്തരുടെയും ആ സ്വത്ത് വർധനവിൽ അബ്നോർമാലിറ്റി ഉണ്ടോ, ആ അബ്നോർമാലിറ്റി എവിടെ നിന്നാണ് വന്നത്, ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണോ അതിന് ആധാരം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇ ഡി പരിശോധിക്കുക. എന്തായാലും വിപുലമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ഇ ഡി തയ്യാറെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സെർച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതുമായി ബന്ധപ്പെട്ടും ഇ ഡി അന്വേഷണം കൃത്യമായി തന്നെ നടക്കുമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും ഇ ഡി ഇപ്പോൾ അന്വേഷണം തുടങ്ങുന്ന ഘട്ടമാണ്. അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതേ ഉള്ളൂ. SIT ദീർഘദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പണത്തിന്റെ പങ്ക് ആർക്കൊക്കെ കിട്ടി, അതൊക്കെ തന്നെ അത് കൈവശം വയ്ക്കുന്നവർ കുറ്റക്കാരായി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇപ്പോൾ ചില ലാബ്സുകൾ കാണിക്കുന്നത് വഴി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടായെങ്കിൽ അവരിലേക്ക് എത്തിയിട്ടുള്ള പണം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അവരിലേക്കൊക്കെ തന്നെ നടപടികൾ നീളും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ക്രൈം പ്രധാനമായും നടന്ന ഇടമായി കണക്കാക്കുന്നത് ഈ പറയുന്ന സ്വർണം വേർതിരിക്കുക, അത് വിൽക്കുക, അത് റിക്കവർ ചെയ്തിട്ടുണ്ട് SIT. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അതിന്റെ പങ്ക് ആരിലേക്കൊക്കെ പോയിട്ടുണ്ട്, ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇ ഡി ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അതിനുശേഷം ഈ പറയുന്ന എല്ലാവരിലേക്കും അന്വേഷണം പോകും. ഈ പറയുന്ന ഉൾപ്പെടുന്ന എല്ലാവരിലേക്കും അന്വേഷണം പോകും എന്നതാണ് ഇപ്പോൾ വ്യക്തമാണ്.